ഒരു അടിപൊളി ടോയ് ജീപ്പാണ് കേട്ടോ ഗ്യാരേജിൽ സർവീസിന് ഇറക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഈ ഒരു ടോയ് ജീപ്പ് നമ്മൾ താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിലെ ഗിയർ ബോക്സിൽ നിന്ന് നല്ലൊരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, മോട്ടോർ വർക്ക് ചെയ്യണം, അല്ലാണ്ട് വണ്ടി റണ്ണായില്ല. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വീല് കണ്ട നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ത്രോട്ടിൽ കൊടുത്താൽ കണ്ട ജീപ്പിന് യാതൊരുവിധ അനക്കവും ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതാണ് ഈ ഒരു ടോയ് ആർ സി കാറിന്റെ ഉത്ഭാവം വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് ഗിയർ ബോക്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചിടുക. ഈ ഒരു മോട്ടറിന്റെ ടീത്ത് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ടൈറ്റിൽ തന്നെ സംഭവം സെറ്റ് ആയിരിക്കുന്നുണ്ട്. ടീത്തിന്റെ കംപ്ലൈന്റ് ആണ്, ഇത് ഷാഫ്റ്റുമായിട്ട് ലോക്കായിരിക്കേണ്ട ടീത്താണ്. ഇത് ഫ്രീ ആയിപ്പോയി, അതുകൊണ്ടാണ് മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രം കേൾക്കുന്നത്, വീലിലായിട്ട് ലോഡ് വരാത്തത്. അപ്പൊ നമുക്ക് ഈ ഒരു ടീത്ത് ഈ ഷാഫ്റ്റിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ടീത്തൊക്കെ എന്ത് പശയിട്ടാ ഒട്ടിക്കുന്നത്. നമ്മൾ സാധാ ഫെവിക്കിട്ടാണ് ഈ ഒരു ടീത്തൊക്കെ ഒട്ടിക്കുന്നത്. ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റ് എപ്പോഴും നല്ല ശരിക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഫെവിക്കിട്ട് ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ പഴയ കംപ്ലൈന്റ് പിന്നെയും വരും. നമ്മളപ്പോ ആ ഒരു ടീത്ത് ഷാഫ്റ്റുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഗിയർ ബോക്സിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഇപ്പൊ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. വണ്ടിയുടെ ഫ്രണ്ട് ഡോറൊക്കെ രണ്ടും തുറയോ കേട്ടോ ഫ്രണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്.